ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ടെപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് Bldc കിറ്റിൻ്റെ പുതിയൊരു മോഡൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ള മാറ്റം ഇതിൽ SMBS വേറെയും ഡ്രൈവർ ബോർഡ് വേറെ ആയിട്ടാണ് വരുന്നത്. ഈ കിറ്റിൻ്റെ കൂടെ ഈ ഒരു ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് ഉണ്ടാകും. അതുപോലെ റിമോട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. റിമോട്ട് ഒരു സ്മാർട്ട് റിമോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാളേഷനിൽ നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യുന്നതിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ഒരു കേസിലാണ് നമ്മൾ ഈ ഒരു ബോർഡ് ഫിക്സ് ചെയ്യേണ്ടത്. SMBS നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ വയ്ക്കാം. അതുപോലെ ഡ്രൈവർ ബോർഡ് ഈ സൈഡിലും നമുക്കിങ്ങനെ വയ്ക്കാവുന്നതാണ്. അതിന് പറ്റിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബോക്സ് നമ്മുടെ ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്യാം. കപ്പാസിറ്ററിൻ്റെ ഹോളിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കേസ് ഫിക്സ് ചെയ്യാനുള്ളത്. ഒരു കേസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതിൽ ഈ ഒരു SMBS ഫിക്സ് ചെയ്യാം. ഇനി ഡ്രൈവർ ബോർഡ് ഫിക്സ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൽ 24 വോൾട്ട് ഇൻപുട്ട് SMBS വരുന്നത്. അത് നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഇൻപുട്ടിൽ കണക്ട് ചെയ്യാം. ഇനി ഇത് കോയിലിലേക്ക് പോകുന്ന കണക്ഷനാണ്. അതും പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന് സെൻസർ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻസറിൻ്റെത്. സെൻസർ കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ടോപ്പ് കവർ, ഇവിടെ ഒരു സെൻസറിന് വേണ്ടിയിട്ടുള്ളൊരു ഹോളുണ്ട്. ആ ഹോളിലൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു കണക്ടർ വരുന്ന ഭാഗം നമുക്ക് ഇവിടെ 220 എന്ന് എഴുതിയിട്ടുണ്ടാകും. ആ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമോട്ട് ഈ സെൻറ്ററിൽ വരുന്ന ഈ ഒരു ബട്ടണാണ് സ്ലീപ്പ് മോഡ്. നമ്മൾ ഫസ്റ്റ് ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ബീപ്പ് കേൾക്കുന്നതാണ്. 2 ബീപ്പ് കേട്ട് കഴിഞ്ഞാൽ അത് സ്ലീപ്പ് മോഡ് ഓൺ ആണെന്നാണ് അർത്ഥം. സ്ലീപ്പ് മോഡ് ഓൺ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ മണിക്കൂറിലും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 5-ലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിലും സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീപ്പ് മോഡിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. പിന്നുള്ളത് ഇതിൽ ടൈമറാണ്. 2 അവർ, 4 അവർ, 8 അവർ എന്നിങ്ങനെ ടൈമറുണ്ട്. പിന്നെ സ്മാർട്ട് മോഡാണ്. സ്മാർട്ട് മോഡും അതുപോലെ നമ്മൾ ഈ ഒരു ബട്ടൻ്റെ പറഞ്ഞ പോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ബീപ്പ് കേൾക്കുന്നതാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ബീപ്പ് കേൾക്കാം. 2 ബീപ്പിലാണ് എന്നുണ്ടെങ്കിൽ സ്മാർട്ട് മോഡ് ഓൺ ആണെന്നാണ് അർത്ഥം. സ്മാർട്ട് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടിയും കുറഞ്ഞും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഓരോ 10 സെക്കൻഡിലും സ്പീഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. റിവേഴ്സിൽ വരുന്നത്, റിവേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ സ്റ്റോപ്പായിട്ട് ഫാൻ റിവേഴ്സിലാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അത് വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നതാണ്. പിന്നെയുള്ളത് പവർ ബട്ടണാണ്. പിന്നെ ഒരു ഡമ്മി ബട്ടൺ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ആവശ്യമില്ല, അത് യൂസ് ഇല്ല.
പിന്നുള്ളത് 6 സ്പീഡാണ് ഇതിൽ വരുന്നത്. 6-ൽ 6-ാമത്തേതാണ് ടർബോ സ്പീഡ്. അപ്പോൾ ഇത്രയാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വരുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.